ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ കാച്ചിലില്ലേ, കാച്ചിലിൻ്റെ ഒരു വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ കാച്ചിലെല്ലാം മുറിച്ചിട്ടാണ് നടൽ. ഇപ്പോൾ ഒരു വിത്ത് കിട്ടിയിട്ടുണ്ട്. ഈ വിത്തിനെ നമുക്ക് ഒരു ചാക്കെടുത്തിട്ട്, അതായത് സിമൻറ്റും ചാക്കില്ലേ, ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന സിമൻറ്റും ചാക്ക്. ഈ സിമൻറ്റും ചാക്കിൽ നമ്മൾ നടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ സിമൻറ്റും ചാക്കിൽ നന്നായിട്ട് മണ്ണ് നിറക്കുക. ഏകദേശം ഒരു പകുതിയോളം മണ്ണ് നമ്മൾ നിറച്ചിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിത് നട്ടു കൊടുക്കാം. ചെറിയൊരു കുഴി ആക്കുക. ചാക്കിലായതുകൊണ്ട് തന്നെ, ഇത് പൊടിമണ്ണായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. തൽക്കാലം നമ്മളൊരു കുണ്ടാക്കിയിട്ട് ആവുന്ന പോലെ നമ്മൾ ചെറുങ്ങനായിട്ട് നടാം. ഇതിൽ കുറച്ചും കൂടെ മണ്ണ് നിറക്കണം കേട്ടോ. ചാക്കിൽ പകുതിയല്ല മണ്ണ് നിറച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് മൂടുന്നവരെ നമുക്ക് അത്യാവശ്യം മണ്ണ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് മണ്ണ് നിറക്കണം. പക്ഷേ അത് ഇപ്പോൾ അല്ല, അത് കുറച്ചും കൂടെ വലുതായിട്ടാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വളമെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടെ മണ്ണ് നിറക്കണം. അതുകൊണ്ട് ചാക്ക് ഫുള്ളായിട്ട് നിറക്കുന്നില്ല. ഇപ്പം ഒരു ചാക്കിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗമല്ല, എന്നാലും ഏകദേശം അത്തപ്പുരം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പടർന്ന് പോകണം. ഇത് മുകളിലോട്ട് പടർന്ന് പോയാൽ നല്ല കാച്ചിലുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കീഴിൽ നട്ടിട്ടില്ല. ഇത് പടർന്നിട്ട് ഇത് കശുമാവിൻ്റെ ഒരു ചെറിയ ചെടിയാണ്. അപ്പം ഈ കശുമാവിൻ്റെ ചെടിയിലേക്ക് ഇത് പടർന്ന് കയറും. ഒരു 4-5 മാസം, ഒരു ഏകദേശം നമ്മൾ ഇപ്പോൾ അല്ല നട്ടിട്ട്, അപ്പം ഏകദേശം നമുക്ക് ഓണാകുമ്പോൾ ഇത് പറിക്കാൻ വേണ്ടിയിട്ട് പറ്റും. തൽക്കാലം വേനൽക്കാലമായതുകൊണ്ട് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കണം. എന്താ പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഉഷാറിൽ വരണ്ടേ. അപ്പം നമ്മൾ വെള്ളമെല്ലാം ഒരു 2 ദിവസം ഇടവിട്ടിട്ട് നമ്മളെല്ലാം വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.